كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കണമേ എന്ന് സ്വന്തത്തോടും തുടർന്ന് നിങ്ങളെ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്. അതർഹിക്കുന്നതിൻ്റെ ഗൗരവത്തിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ തമ്പുരാൻ അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന യഥാർത്ഥ നല്ല ദാസന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ ഒരു മനുഷ്യനെ ചീത്ത വിളിച്ചു, തെറി പറഞ്ഞു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ മനുഷ്യനോട് പ്രതികരിച്ച രംഗം ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. തന്നെ തെറി വിളിച്ച, ചീത്ത വിളിച്ച മനുഷ്യനോട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എന്നിൽ 3 കാര്യങ്ങളുണ്ട്. ആ 3 കാര്യങ്ങൾ ഞാൻ ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് നീ പ്രതികരിച്ചതുപോലെ ഞാൻ പ്രതികരിക്കാതിരിക്കുന്നത്. ആരാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രദർവ്യ പുത്രനാണ് അദ്ദേഹം. തഫ്സീറുകളിൽ നമ്മൾ മുഴച്ചു കാണുന്ന ഒരു വ്യക്തിത്വമാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. വിശുദ്ധ ഖുർആനിന്റെ വിശദീകരണങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വലിയ പങ്ക് വഹിച്ച ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹം 3 കാര്യങ്ങൾ അദ്ദേഹത്തോട്, അല്ലെങ്കിൽ ചീത്ത പറഞ്ഞ മനുഷ്യനോട് അദ്ദേഹം പ്രതികരിച്ചത് ഇങ്ങനെയാണ്. അതിൽ ഒന്നാമത്തെ അദ്ദേഹം പറഞ്ഞത്, ഞാൻ മനസ്സിലാക്കിയ അള്ളാഹുവിൻ്റെ വചനങ്ങളിലെ പൊരുൾ, അതിൻ്റെ ആശയങ്ങൾ അത് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് വിചാരിച്ചു കൊണ്ടാണ് പ്രവാചകനിൽ നിന്ന് വിശുദ്ധ ഖുർആൻ കേൾക്കുകയും അതിൻ്റെ വിശദീകരണങ്ങൾ മനസ്സിലാക്കി അത് രേഖപ്പെടുത്തി ലോകത്തിന് ഞാൻ സമർപ്പിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ പ്രതികരണം അതായിരുന്നു.
രണ്ടാമത്തെ അദ്ദേഹം പറഞ്ഞത്, ലോകത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ഭരണാധികാരി ഇസ്ലാമിക രൂപത്തിൽ ഭരണം നടത്തിയാൽ അതിൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആ ഭരണാധികാരിയിൽ നിന്ന് എന്തെങ്കിലും നീതി ലഭിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ആ കാര്യത്തിൽ സന്തോഷിക്കുന്നത്. മൂന്നാമത്തെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ഇന്നി അസ്മഉൽ ഐസ, ഏതെങ്കിലും ഒരു മുസ്ലിങ്ങളുടെ രാജ്യത്ത് ഒരു കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള അനുഗ്രഹത്തിന്റെ മഴ വർഷിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ എവിടെയെങ്കിലും സംഭവിച്ചു എന്ന് ഞാൻ കേട്ടാൽ, അറിഞ്ഞാൽ എൻ്റെ മനസ്സ് തണുക്കുകയും അതിലേറെ സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എന്നിട്ട് അദ്ദേഹം ഈ വാക്കുകൂടി അദ്ദേഹം അതിലേക്ക് കൂട്ടിച്ചേർത്തു, ആ രാജ്യത്ത് എവിടെയെങ്കിലും എനിക്ക് എന്തെങ്കിലും കൃഷി ഉണ്ടായത് കൊണ്ടല്ല ഞാൻ അതിൽ സന്തോഷിക്കുന്നത് എന്നാണ് അദ്ദേഹം വിശദീകരിച്ചിട്ടുള്ളത്. ഒരു ചരിത്ര സംഭവമാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. മറ്റൊരു ചരിത്ര സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, അബൂ ദുജാന റളിയല്ലാഹു അൻഹു, അൻസാരികളിൽ ഏറെ പ്രഗത്ഭനായിട്ടുള്ള അറിയപ്പെട്ട ഒരു സ്വഹാബിയാണ് അബൂ ദുജാന റളിയല്ലാഹു അൻഹു. അദ്ദേഹം മരിക്കാൻ കിടക്കുന്ന സമയത്ത്, രോഗം മൂർച്ഛിച്ചുകൊണ്ട് വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സമയത്ത്, ദഖൽതുന്നാസ, ജനങ്ങൾ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് പ്രവേശിച്ചു. വഹുവ മരീദുൻ, അദ്ദേഹം രോഗിയായിക്കൊണ്ട് കിടക്കുന്ന, വളരെ പ്രയാസപ്പെടുന്ന സമയത്താണ് അദ്ദേഹത്തെ കാണാൻ ആളുകൾ കടന്നു വരുന്നത്. അപ്പോൾ ആളുകൾ അദ്ദേഹത്തെ കാണുന്നത്, വകാന വജ്ഹുഹു യതഹല്ലൽ, രോഗിയായി വേദനകൾ കടിച്ചമർത്തുന്ന സമയത്ത് അബൂ ദുജാന റളിയല്ലാഹുവിന്റെ മുഖത്ത് വല്ലാത്ത പ്രശോഭിക്കുന്ന മുഖം, തെളിച്ചമുള്ള മുഖം, സന്തോഷങ്ങൾ ഉളവാക്കുന്ന ഒരു മുഖമാണ് ആളുകൾ അദ്ദേഹത്തിൽ കാണുന്നത്. വന്ന ആളുകൾ ചോദിച്ചു, എന്താണ് ഇതിന്റെ രഹസ്യം? വേദനകൾ കടിച്ചമർത്തുന്ന, രോഗം കൊണ്ട് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന സമയത്തു പോലും ഇങ്ങനെ എന്താണ്? അതിന് അദ്ദേഹം കൊടുത്ത ഉത്തരം ഇതാണ്, മാ മിൻ ഷൈഇൻ ഔസഖു ഇൻദീ മിൻ ശഅതൈൻ. രണ്ട് കാര്യങ്ങളാണ് എന്നെ ഇത്രയേറെ സന്തോഷത്തിലാക്കാനുള്ള കാരണം. ഒന്ന്, അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, കുന്തു ലാ അതകല്ലമു മാ ലാ യഅലി, എനിക്കാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ, ആവശ്യമില്ലാത്ത ഒന്നും തന്നെ ഞാൻ സംസാരിക്കാറില്ല. രണ്ടാമത്തെ അദ്ദേഹം പറഞ്ഞത്, കാന കൽബി ലിൽ മുസ്ലിമീന സലീമ, എനിക്ക് മുസ്ലിങ്ങളെ കുറിച്ച് എൻ്റെ മനസ്സ് സുരക്ഷിതമായിരുന്നു. ഈ രണ്ട് ചരിത്ര സംഭവങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വിശദീകരിക്കാനുള്ള കാരണം, അടുത്ത ഒരു പുണ്യങ്ങളുടെ പൂക്കാലമായിട്ടുള്ള റമദാനിലേക്കുള്ള ഒരു ഒരുക്കങ്ങൾ നടത്തുന്ന സമയത്താണ് ഞാനും നിങ്ങളൊക്കെ ഉള്ളത്. നമ്മുടെ വീടുകൾ വൃത്തിയാക്കി, പള്ളികളും പരിസരങ്ങളും വൃത്തിയാക്കി, എല്ലാം ഒന്ന് വൃത്തിയാക്കി കഴുകിക്കൊണ്ട് ആ റമദാനിലേക്കൊന്ന് കയറണം. അതിനുള്ള പണികളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള എന്തൊക്കെ സാധനങ്ങൾ, അതെല്ലാം ശേഖരിക്കുന്ന ഒരു തിരക്കിൽ കൂടിയാണ് മനുഷ്യൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്.
ഇവിടെയാണ് ഈ ചരിത്രത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. ഈ രണ്ട് സംഭവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ മനസ്സ് എത്രത്തോളം വൃത്തിയുള്ള വിശാലമായിട്ടുള്ള മനസ്സുകളായിരുന്നു എന്നുള്ളത് ആ രണ്ട് ചരിത്രങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കൃത്യമാണ്. അപ്പൊ ഞാൻ സൂചിപ്പിച്ചു വരുന്നത് വീടും പരിസരങ്ങളൊന്നും വൃത്തിയാക്കണ്ട എന്നുള്ളതല്ല. അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നമ്മൾ നടത്തണം, ആവശ്യമാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി അതൊക്കെ വൃത്തിയാക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നമ്മുടെ മനസ്സുകളെ നമ്മളെ തന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കിക്കൊണ്ട് റമദാനിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. ഒരു ആത്മീയമായ തർബിയത്ത് ഇത്തരം സമയത്ത് അനിവാര്യമാണ് എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ നിന്നും പ്രവാചക ചര്യയിൽ നിന്നും പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, വചനങ്ങൾ, ആയത്തുകൾ ഇത്തരം സമയത്ത് നമ്മുടെ കണ്ണുകളെ തുറപ്പിക്കേണ്ടതുണ്ട്. എന്തിനാണ് സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ എല്ലാം വൃത്തിയാക്കുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സ് നമ്മൾ വൃത്തിയാക്കുന്നത്, നമ്മളെ തന്നെ ഒന്ന് നന്നാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, അല്ലാഹു നിങ്ങളുടെ രൂപത്തിലേക്കോ നിങ്ങളുടെ ശരീരത്തിലേക്കോ അല്ല അല്ലാഹു നോക്കുന്നത്, വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, അല്ലാഹു നോക്കുന്നത് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ്. റബ്ബിന്റെ നോട്ടങ്ങൾ നോക്കുമ്പോൾ, നമ്മളെ റബ്ബ് വിലയിരുത്തുമ്പോൾ, നമുക്ക് റബ്ബ് മാർക്കിടുമ്പോൾ, സഹോദരന്മാരെ വിജയിക്കണ്ടേ? അതിൽ നമ്മൾ തീർച്ചയായിട്ടും വിജയിക്കേണ്ടതുണ്ട്. അവിടെ നമ്മുടെ ശരീരം എത്ര വൃത്തിയായി എന്നല്ല നോക്കുന്നത്, എത്ര വലിയ വിലപിടിപ്പുള്ള ഡ്രസ് ഇട്ടു എന്നല്ല അല്ലാഹു നോക്കുന്നത്, ഹൃദയം നന്നായോ എന്നാണ് റബ്ബ് നോക്കുന്നത്. രണ്ടാമത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുള്ളത്, ശരീരത്തിലൊരു മാംസകഷ്ണമുണ്ട്. ആ മാംസകഷ്ണം നന്നായാൽ മാത്രമാണ് മനുഷ്യൻ അടിമുടി നന്നാവുകയുള്ളൂ എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുള്ളത്. ശരീരത്തിലെ ഒരു അത്ഭുതകരമായിട്ടുള്ള അവയവമാണല്ലോ ഹൃദയമെന്ന് പറയുന്നത്. ശരീരത്തിന്റെ നേതാവാണ് ഹൃദയമെന്ന് പറയുന്നത്. ആ ഹൃദയം മരിച്ചാൽ നമുക്കിവിടെ വിലയില്ല, നമുക്കിവിടെ ജീവനില്ല, അല്ലേ? എങ്കിൽ മനുഷ്യന്റെ നിലനിൽപ്പിന്റെ ആവശ്യമായ രക്തത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ നടത്തുന്നത് പോലും നമ്മുടെ ഹൃദയങ്ങളിലൂടെയാണ്. ആ ഹൃദയത്തിന്റെ ചലനമെന്ന് പറയുന്നത് നമ്മുടെ കൈകളിലല്ല, നമ്മൾ ഇച്ഛിക്കും പോലെയല്ല. അതുകൊണ്ട് തന്നെ ആത്മീയമായി കൊണ്ട് നമ്മൾ ആ ഹൃദയത്തെക്കുറിച്ച് പറയുകയാണ് എങ്കിൽ മനുഷ്യ പ്രവർത്തനത്തിൻ്റെ ഉറവിടം അതാണ് ആ ഖൽബ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ആ ഹൃദയത്തിന് രണ്ട് അവസ്ഥകളുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള അവസ്ഥകളുണ്ട്. ഒന്ന്, ചില സമയത്ത് അത് ലോലമാകുന്നു, ചില സമയത്ത് അത് കാഠിന്യമുള്ളതായി കൊണ്ട് മാറുന്നു. ചില സമയത്തത് വിശ്വസിക്കുന്നു, ചില സമയത്തത് നിഷേധത്തിലേക്ക് അത് പോകുന്നു. ഇങ്ങനെയെല്ലാം അവസ്ഥകളിലൂടെ നമ്മുടെ ഹൃദയം കൊണ്ടുപോകുമ്പോൾ, അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുള്ളത്, അലാ നിങ്ങൾ അറിയണം, വ ഇന്ന ഫിൽ ജസദി മുദ്അ, ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്.
ആ മാംസക്കഷ്ണം നന്നായാൽ മനുഷ്യൻ മുഴുവനും നന്നായി. ഇനി ആ മാംസക്കഷ്ണം കേടായാലോ, വഇദാ ഫസദത് ഫസദ ജസദ കുല്ലഹു, ആ മനുഷ്യൻ മുഴുവനായിക്കൊണ്ട് കേടായി, ചീത്തയായി. എന്നിട്ട് പ്രവാചകൻ ആ ഹദീസ് അവസാനിപ്പിച്ചത് അലാ വഹിയൽ ഖൽബ്, അത് ഹൃദയമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുള്ളത്. സഹോദരന്മാരെ, നമ്മളെ തന്നെ നന്നാക്കേണ്ട, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ നന്നായി അത് ഇഹപര ജീവിതത്തിൽ വിജയമുറപ്പാക്കി എന്ന് പറയണമെങ്കിൽ തീർച്ചയായിട്ടും അവൻ നന്നാക്കിക്കൊണ്ട് തുടങ്ങേണ്ടത് അവൻ്റെ ഹൃദയങ്ങളിൽ നിന്നാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, പരിസരങ്ങളും വീടുകളൊക്കെ വൃത്തിയാക്കുന്നതിന് മുമ്പ് ഒന്നാം സ്ഥാനം വൃത്തിയാക്കുന്നതിൽ ഈ ഒരു മാംസക്കഷ്ണത്തിലേക്ക് നമ്മൾ തീർച്ചയായിട്ടും എത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, തീർച്ചയായും ഹൃദയങ്ങൾക്ക് ഒരു മുന്നിടലുമുണ്ട്, ഒരു പിന്നിടലുമുണ്ട്. എന്നിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്ന വാക്ക് നോക്കൂ നിങ്ങൾ, അത് മുന്നിട്ടാൽ അതിനെ നിങ്ങൾ സ്വീകരിക്കുക, അത് പിന്നിട്ടാലോ അതിനെ നിങ്ങൾ വിട്ടേക്കുക എന്നുള്ളതാണ്. ഹൃദയങ്ങൾ നിങ്ങൾ ആശ്വാസങ്ങൾ നൽകണം. കാരണം അത് വെറുത്താൽ അവൻ അന്ധനായിക്കൊണ്ട് മാറുമെന്ന് പണ്ഡിതന്മാർ നമുക്ക് മുൻഗാമികൾ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇരുമ്പിന് കറ പിടിക്കുന്നത് പോലെയുള്ള ഒരവസ്ഥ നമ്മുടെ ഹൃദയത്തിനും ഉണ്ടാകുമെന്നുള്ളതാണ്. ആ കറ പിടിച്ചു കഴിഞ്ഞാൽ അത് പോകാൻ, ശുദ്ധീകരിക്കാനുള്ള മാർഗങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ അന്വേഷിക്കുകയും അറിയുകയും അത് നന്നാക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് എൻ്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് റമദാനിലേക്ക് നമ്മൾ കാലെടുത്തു വെക്കുമ്പോൾ ആത്മസംസ്കരണങ്ങൾ നടത്തിക്കൊണ്ടായിരിക്കണം നമ്മൾ പ്രവേശിക്കേണ്ടത്. അത് നന്നാക്കാതെ എന്തു നോമ്പാണ് നമ്മൾ നോൽക്കാൻ പോകുന്നത്, എന്ത് തറാവികളാണ് നമ്മൾ നമസ്കരിക്കാൻ പോകുന്നത്, എന്ത് ഫർളും സുന്നത്തുമായിട്ടുള്ള നോമ്പുകൾ നോറ്റത് കൊണ്ടാണ് നമുക്ക് പ്രയോജനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മാത്രമല്ലല്ലോ, എന്തിനാണ് നന്നാക്കുന്നത് എന്ന് ചോദിച്ചാൽ, വിശുദ്ധ ഖുർആൻ മനസ്സിനെ കുറിച്ച് പറഞ്ഞ ചില വാചകങ്ങൾ വിശുദ്ധ ഖുർആനിലെ ധാരാളം സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തു ശംസിന്റെ 7 മുതൽ 10 വരെയുള്ള വചനങ്ങളും നമ്മൾ പരിശോധിച്ചു നോക്കൂ. ഖുർആനിന്റെ വാചകം എങ്ങനെയാണ്? ആത്മാവും അതിനെ ഘടിപ്പിച്ചതും തന്നെയാണ് സത്യം. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, മനസ്സിനെ സത്യം ചെയ്തുകൊണ്ടാണ് ഖുർആൻ പറയുന്നത്. എന്നിട്ട് ആ മനസ്സിന്റെ വിചാരമെന്താണ് എന്ന് ഖുർആൻ അടുത്ത ആയത്തിൽ പറയുന്നു. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ദുഷ്ടതയും സൂക്ഷ്മതയും അതിന് തോന്നിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ആ മനസ്സിന് അല്ലാഹു വിചാരമായി കൊണ്ടിട്ട് കൊടുത്തത് എന്താ? ഒന്ന് സൂക്ഷ്മതയാണ്, മറ്റൊന്ന് ദുഷ്ടതയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ഖുർആൻ അടുത്ത വചനത്തിൽ പറഞ്ഞ വാചകം എന്താണ്? ഖദ് അഫ്ലഹ മൻ സക്കാഹ. ആരാണോ സൂക്ഷ്മത തെരഞ്ഞെടുത്ത് ആ മനസ്സിനെ പരിശുദ്ധി പ്രാപിച്ചത്, നന്നാക്കിയത്, അവൻ വിജയിച്ചു. ആരാണോ ആ മനസ്സിനെ നന്നാക്കിയത്, നല്ലത് തെരഞ്ഞെടുത്ത്, അല്ലേ, അതിനെ നന്നാക്കിയത്, സൂക്ഷ്മത തെരഞ്ഞെടുത്ത് ആരാണോ അതിനെ നന്നാക്കിയത്, അവനാണ് വിജയിച്ച ആളുകൾ. അത് ദുനിയാവിന്റെ വിജയം മാത്രമല്ല സഹോദരന്മാരെ, നാളെ ആഖിറത്തിലുള്ള വിജയം കൂടിയാണ്.
എന്നാൽ വിശുദ്ധ ഖുർആൻ അടുത്ത ആയത്തിൽ പറഞ്ഞു, വഖദ് ഖാബ മൻ ദസ്സാഹാ. ആരാണോ അതിനെ മ്ലേച്ഛതകൾ, ദുഷ്ടതകൾ തെരഞ്ഞെടുത്തുകൊണ്ട് അതിനെ കളങ്കപ്പെടുത്തിയത്, ചീത്തയാക്കിയത്, ഖാബ അവൻ പരാജയപ്പെട്ടു നിർഭാഗ്യമടയുകയും ചെയ്തു. അതിനെ നന്നാക്കാൻ ഒരാൾക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ അവൻ പരാജയമടയുകയും ചെയ്തു എന്നുള്ളതാണ്. എങ്കിൽ ആലോചിക്കുക, പരാജയമടഞ്ഞുകൊണ്ട് ആ റമദാനിലേക്ക് നമ്മൾ പ്രവേശിച്ചത് കൊണ്ട് കാര്യമുണ്ടോ? അതുകൊണ്ടാണ് ആദ്യം ഇത് നന്നാക്കണം എന്നതിൻ്റെ പ്രസക്തി ഇത്തരം പോയിന്റുകളൊക്കെ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, ഈ ഖൽബ്, ഖുലൂബ് എന്ന് പറയുന്നത്, ഹൃദയമെന്ന് പറയുന്നത് 3 ടൈപ്പ് ഹൃദയങ്ങളാണുള്ളത്. 3 ടൈപ്പ് നമ്മൾ പഠിക്കണം. പലപ്പോഴും നമ്മൾ കേട്ടതാണെങ്കിൽ ഈ കേട്ട വചനങ്ങളിൽ നിന്ന് സഹോദരന്മാരെ നമ്മളെ ഹൃദയം ഏതാണെന്ന് നോക്കി, അല്ലേ, ഹൃദയത്തിലുള്ള മാലിന്യങ്ങൾ നീക്കി ഒന്ന് നന്നാക്കാനുള്ള ഒരു പരിശ്രമങ്ങൾ നമ്മൾ നടത്തുന്നുണ്ടോ? അതിനുള്ള അവസരമാണ്, അത് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് ഈ ശഅബാനിന്റെ മാസം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഒന്നാമത്തെ ഹൃദയത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്, ഇല്ലാമൻ അത്തല്ലാഹു ബിഖൽബിൻ സലീം. അതായത് കുറ്റമറ്റ ഹൃദയവുമായി കൊണ്ട് റബ്ബിലേക്ക് ചെന്നവർ ഒഴികെ. ഖൽബു സലീം എന്നാണ് ഖുർആനിന്റെ പ്രയോഗം. കുറ്റമറ്റ ഹൃദയവുമായി കൊണ്ട് റബ്ബിലേക്ക് ചെന്നവർ ഒഴികെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് സഹോദരന്മാരെ കുറ്റമറ്റ ഹൃദയം എന്ന് പറയുന്നത്? സുരക്ഷിതമായിട്ടുള്ള ഹൃദയമാണ്, രക്ഷപ്പെട്ട മനസ്സാണ്. ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ദുസ്വഭാവങ്ങളിൽ നിന്ന് സുരക്ഷിതമായിട്ടുള്ള മനസ്സ്, മ്ലേച്ഛതകളില്ലാത്ത, തിന്മകളില്ലാത്ത, ശിർക്കില്ലാത്ത, കുഫറില്ലാത്ത, ബിദ്അത്തുകളില്ലാത്ത, അതിൽ നിന്നെല്ലാം മുക്തമായിട്ടുള്ള നല്ല മനസ്സ്, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്നാണ്. ഇനി നമ്മൾ ആലോചിക്കുക, അങ്ങനത്തെ ഒരു മനസ്സ് നമ്മുടേതായിട്ടുണ്ടോ? നമുക്ക് ആരോടൊക്കെ പകയുണ്ട്, വിദ്വേഷമുണ്ട്, ദേഷ്യമുണ്ട്. നമ്മൾ ചിന്തിക്കുക. രണ്ടാമത്തത് പറഞ്ഞിട്ടുള്ളത് ഖൽബുൽ മയ്യിത്ത് എന്നാണ്. ആ പദത്തിൽ നിന്ന് തന്നെ നമുക്ക് ഉത്തരങ്ങൾ കണ്ടെത്താം, അല്ലേ? ചത്ത മയ്യത്ത്, ചത്തതായിട്ടുള്ള ഖൽബ് എന്നുള്ളതാണ്. അത്തരം ഹൃദയങ്ങളിലേക്ക് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലും ശരി, അത് ഉൾക്കൊള്ളാൻ അത് തയ്യാറാവുകയില്ല എന്നുള്ളത് ഉറപ്പാണ്. നമ്മുടേത് അത്തരത്തിലുള്ള മനസ്സാണെന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ളതാണ്. അങ്ങനത്തെ മനസ്സാണെങ്കിൽ ഇന്ന് വെള്ളിയാഴ്ച ഈ ഖുതുബ കേൾക്കാൻ ഞാനും നിങ്ങൾ ഇവിടെ ഇരിക്കൂല. മൂന്നാമത്തത് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഖൽബുൽ മരീർ എന്നാണ്. മറലുൻ എന്ന് പറഞ്ഞ രോഗം എന്നാണ്, രോഗഗുരുതരമായിട്ടുള്ള മനസ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറയിൽ, സൂറത്ത് തൗബയിൽ, സൂറത്തുൽ അഅറാഫിൽ ഈ ഹൃദയത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അവിടെ ഖുർആനിന്റെ പ്രയോഗം ഇങ്ങനെയാണ്, ഫീ ഖുലൂബിഹിം മറലുൻ, അവരുടെ ഹൃദയത്തിൽ ഒരു രോഗമുണ്ട്, ഫസാദഹുമുല്ലാഹു മറലാ, ആ രോഗങ്ങൾ അങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായിട്ടുള്ള ശിക്ഷയുണ്ട്. അപ്പൊ നോക്കൂ നിങ്ങൾ, നമ്മളെ ശരീരത്തിന് രോഗം ബാധിക്കുന്നത് പോലെ ഹൃദയങ്ങൾക്ക് രോഗമുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ശരീരത്തിന്റെ രോഗങ്ങൾ നമുക്കറിയാം, എന്താണ് നമ്മളെ ശരീരത്തിലേക്കുള്ള രോഗങ്ങൾ എന്നുള്ളത്. അത് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ചികിത്സിക്കും. ഇതുപോലെ നമ്മുടെ ഹൃദയത്തിനുള്ള രോഗങ്ങൾക്ക് ചികിത്സകൾ നമ്മൾ നടത്തേണ്ടതുണ്ട്. എന്താണ് രോഗം? അത് തലവേദനയല്ല, അത് ക്യാൻസർ അല്ല,
അത് വയറുവേദനകളല്ല, അത് മറ്റുള്ള രോഗങ്ങളല്ല. മറിച്ച് ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ മഹാന്മാർ പറഞ്ഞു തന്നിട്ടുള്ളത് അത് അസൂയയാണ്, അത് പകയാണ്, വിദ്വേഷമാണ്, പരദൂഷണമാണ്, അല്ലേ? ഇങ്ങനത്തെ മ്ലേച്ഛമായിട്ടുള്ള തിന്മകളാണ് അതിൻ്റെ രോഗമെന്നുള്ളതാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതിനെന്താ മരുന്ന്? ഒരു സൈക്കാട്രി ഡോക്ടർ അടുത്ത് പോയിട്ട് നമ്മളിതാ അല്പം അസൂയയുണ്ട്, അതിന് മരുന്ന് തരണമെന്ന് പറഞ്ഞാൽ ഏത് ഡോക്ടറാണ് അതിന് മരുന്ന് തരാൻ സാധിക്കുക? ഒരിക്കലും തന്നെ സാധ്യമല്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശരീരത്തെ ബാധിക്കുന്ന രോഗത്തെ നമ്മൾ എത്ര ഗൗരവത്തിൽ കാണുന്നുണ്ടോ അതിനേക്കാൾ ഗൗരവമുള്ള, അതിനേക്കാൾ ഭയാനകമായിട്ടുള്ള രോഗമാണ് ഹൃദയത്തിൻ്റെ രോഗമെന്ന് പറയുന്നത്. ആ രോഗത്തെ നമ്മൾ ചികിത്സിച്ചിട്ടില്ല എങ്കിൽ ഇഹലോകവും പരലോകവും നമുക്ക് നഷ്ടമാകും. എത്ര ഗൗരവമുണ്ട് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടതുണ്ട്. ഇമാം ഗസ്സാലി റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ശരീരത്തിലെ ഓരോ അവയവവും ഓരോ പ്രവർത്തനങ്ങളാണ് സൃഷ്ടിക്കപ്പെടുന്നത്. ഒരു അവയവത്തിന് രോഗം ബാധിച്ചാൽ അവയവം എന്തായി? അതിൻ്റെ പ്രവർത്തനങ്ങൾ നിലക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എങ്കിൽ ഹൃദയത്തിൻ്റെ രോഗങ്ങൾ പിടിച്ചാൽ എന്തു സംഭവിക്കും? ഞാനും നിങ്ങളും ഗൗരവത്തിൽ ചിന്തിക്കണം. അതുകൊണ്ടാണ് ഈ സൂറത്ത് ബഖറയിലെ 10-ാമത്തെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് നോക്കൂ നിങ്ങൾ, ഇബ്നുൽ ഖയ്യൂം റഹിമഹുല്ലാ അതിന് വിശദീകരിച്ച ചില വിശദീകരണങ്ങളുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ട വിശദീകരണമാണ്. അദ്ദേഹം പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്: ശരീരത്തിന് രോഗം പിടിക്കുന്നത് പോലെ ഹൃദയത്തിന് രോഗം പിടിക്കുന്നു. മരുന്നെന്താണ്? ശരീരത്തിൻ്റെ രോഗത്തിനുള്ള മരുന്ന് നമ്മൾ ആരും പറഞ്ഞു തരേണ്ടതില്ല. ഹൃദയത്തിൻ്റെ അതിനുള്ള മരുന്ന് അദ്ദേഹം പറഞ്ഞത് ഒന്ന് തൗബയാണ്, രണ്ടാമത്തത് ഈമാന, അല്ലേ? തൗബയും ഈമാനും ഊർജിതമാക്കുക എങ്കിൽ ഹൃദയത്തിൻ്റെ രോഗത്തിനുള്ള ശമനമാണ് എന്നാണ് അദ്ദേഹം അതിനെക്കുറിച്ച് വിശദീകരിച്ച് തന്നിട്ടുള്ളത്. രണ്ടാമത്തെ അദ്ദേഹം പറഞ്ഞ വാക്കെന്താ? കണ്ണാടിക്ക് തിളക്കം നഷ്ടപ്പെടുന്നത് പോലെ ഹൃദയത്തിൻ്റെ തിളക്കങ്ങൾ നഷ്ടപ്പെടുന്നു. എങ്ങനെയാണ് തിളക്കങ്ങൾ നഷ്ടപ്പെടുന്നത്? ഹദീസിൽ നമുക്ക് കാണാം, ഇന്നൽ അബ്ദ ഇദാ അഖ്തഹ ഖതീഅതൻ, അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരു അടിമ തെറ്റു ചെയ്താൽ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴും. വെളുത്ത ഹൃദയത്തിലേക്ക് ഒരു കറുത്ത പുള്ളി വീണാൽ എന്ത് സംഭവിക്കും? കറുത്ത വെളുത്ത പേപ്പറിലേക്ക് കറുത്ത മഷിയുറ്റിയാൽ എന്ത് സംഭവിക്കും? ഇതുപോലെയാണ് ഹൃദയം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ആ തെറ്റിൽ നിന്ന് ആരെങ്കിലും പാപമോചനം തേടിയാൽ അവന്റെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടും. ഇനി അതല്ല, അതിൽ നിന്നവൻ തൗബ ചെയ്യാൻ തയ്യാറാകുന്നില്ല എങ്കിൽ അവന്റെ ഹൃദയങ്ങൾ കറുത്തുകൊണ്ടേയിരിക്കുമെന്നുള്ളതാണ്, ഹൃദയങ്ങൾ കേടാകുമെന്നുള്ളതാണ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, വിറക് കൊള്ളിയിൽ തീ പടരുന്നത് പോലെ ഹൃദയത്തിൻ്റെ രോഗം പടർന്നുകൊണ്ടേയിരിക്കുമെന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള അസൂയ, പക, വിദ്വേഷം ഇതൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കൂ. അതൊക്കെ അത് പടർന്നാലുള്ള അവസ്ഥ എന്തൊക്കെയാണ്? അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ എന്താക്കണം? നന്മകൾ അധികരിപ്പിച്ചുകൊണ്ട് ആ ഹൃദയത്തെ നമുക്ക് എന്താക്കണം? നന്നാക്കാൻ കഴിയുക എന്നുള്ളതാണ്. തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ഇബ്നുൽ ഖയ്യൂം റഹിമഹുല്ലാ പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ അത് ഹൃദയത്തെ തിളക്കുമെന്നുള്ളതാണ്. അത് ശുദ്ധമാക്കും, അത് വെട്ടി തിളക്കുന്നതാക്കിക്കൊണ്ട് മാറ്റുമെന്നുള്ളത്. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത്, ശരീരം നഗ്നമാക്കുന്നത് പോലെ ഹൃദയവും നഗ്നമാകുന്നുണ്ട്. അതിനുള്ള മരുന്നെന്താണ്? തഖ്വയാണ്. തഖ്വ കൊണ്ട് മാത്രമാണ്
അതിൻ്റെ മറകൾ, ആ നഗ്നതയെ മറക്കാൻ സാധ്യമാക്കുകയുള്ളൂ. ശരീരത്തിന് ദാഹമുണ്ടാകുന്നത് പോലെ, ഹൃദയത്തിന് ദാഹമുണ്ടാകുന്നതും എന്നെ വിശപ്പുണ്ടാകുന്നത് പോലെ ഹൃദയത്തിനുമുണ്ട് എന്നുള്ളതാണ് ഇതൊക്കെ. അതിനുള്ള മാർഗം എന്താണ്? വിശപ്പടക്കാൻ, ദാഹം തീർക്കാനുള്ള മാർഗം ഒന്ന് അദ്ദേഹം പറഞ്ഞത് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്നേഹമാണ്, തവക്കുലാണ്, തൗബയാണ്, സൽക്കർമ്മങ്ങളാണ്. ഇങ്ങനെ നമ്മുടെ മനസ്സുകളെ നമുക്കെന്താക്കാൻ കഴിയും? ഈ രോഗത്തിൽ നിന്ന് ചികിത്സ നടത്തി ഖൽബു സലീമിലേക്ക് എത്തിക്കാൻ, അങ്ങനെ ആ പരിശുദ്ധമായിട്ടുള്ള റമദാനിലേക്ക് പ്രവേശിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഖലബ എന്ന പദത്തിൽ നിന്നാണ് ഖൽബ് എന്ന പദമുണ്ടായിട്ടുള്ളത്. ഖൽബ് എന്ന പദം മാറി മറയുന്നത് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അതുകൊണ്ട് മനുഷ്യൻ്റെ വൈകാരികമായിട്ടുള്ള എല്ലാ തലങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ആ ഖൽബ്, ഖുലൂബ് എന്ന് പറയുന്നത്. നമ്മുടെ ഈമാൻ അത് ഹൃദയവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഹൃദയത്തിൻ്റെ ശാന്തി അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. അള്ളാഹുമായി കൊണ്ട കീഴൊതുങ്ങലിൻ്റെ ബന്ധം അത് ഈ മാംസകഷ്ണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഒരാൾക്ക് ഭയഭക്തി ഉണ്ടാകുന്നത് ഹൃദയവുമായി കൊണ്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഭയമുണ്ടാകുന്നത് ഹൃദയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. അതുകൊണ്ട് ഹൃദയത്തെ നന്നാക്കാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലാ തദ്ഖുലന്നൽ ജന്ന, ഒരാളും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല, ഹത്താ തുഅ്മിനു വലാ തുഅ്മിനു ഹത്താ തഹാബു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതുവരെ, പരസ്പരം സ്നേഹിക്കുന്നതുവരെ. അപ്പൊ സ്നേഹമെന്നുള്ളത് ഹൃദയത്തിലില്ലെങ്കിൽ നമ്മളെ മനസ്സിലേക്ക് കടന്നു വരുന്നത് എന്താണ്? വെറുപ്പാണ്, വെറുപ്പാണ്. ആ വെറുപ്പ് വെച്ചിട്ട് റമദാനിലേക്ക് പ്രവേശിച്ചിട്ട് നമ്മൾ ഒന്നാമത്തെ സ്വഫിൽ നിന്ന് നമസ്കരിച്ചത് കൊണ്ട് എന്തു കാര്യം? ഇങ്ങനെ ഓരോ പ്രവർത്തനങ്ങളും ഇതിലേക്ക് നമ്മൾ വെക്കേണ്ടതുണ്ട്. മുൻകാല സമൂഹത്തിനെ പരാജയപ്പെടുത്തിയത് മനസ്സിന്റെ രോഗമായിട്ടുള്ള അസൂയയാണ് എന്നുള്ളത് പ്രവാചകന്റെ വചനങ്ങൾ നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മളെ ഹൃദയത്തെ നന്നാക്കാൻ, അതിനുവേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് അല്ലാഹുമ്മ മുസർരിഫ് ഖുലൂബ് സർരിഫ് തആതിക എന്നുള്ളത്. ഇത്തരം പ്രാർത്ഥനകളെല്ലാം ജീവിതത്തിൽ നിരതമാക്കിക്കൊണ്ട് ആ ഹൃദയ ശുദ്ധീകരണത്തോടു കൂടി റമദാനിലേക്ക് പ്രവേശിക്കാനും സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ചെയ്ത പ്രവർത്തനങ്ങൾ റബ്ബിൽ സ്വീകരിക്കപ്പെടുന്ന പ്രവർത്തനങ്ങളാക്കിക്കൊണ്ട് മാറ്റാൻ ശ്രമിക്കുക, ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തെരുമാറാകട്ടെ. ഒരു കൂട്ടരെ സ്വർഗത്തിലേക്കും മറ്റൊരു കൂട്ടരെ നരകത്തിലേക്കും വേർതിരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് വേർതിരിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല രോഗികൾക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുടെ വേദനകൾക്ക് ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പൂർണ്ണാരോഗ്യവും ദീർഘായുസ്സും അള്ളാഹു അവർക്കും നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖൽബ് സലീമായി അള്ളാഹുവിലേക്ക് മടങ്ങുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല ഹൃദയത്തിൻ്റെ ആളുകളായിക്കൊണ്ട് പരിശുദ്ധ റമദാനിലേക്ക് പ്രവേശിച്ച് ആരാധന കർമ്മങ്ങൾ ചെയ്യാനും അത് റബ്ബ് സ്വീകരിക്കപ്പെടുന്ന പ്രവർത്തനങ്ങളാക്കിക്കൊണ്ട് മാറ്റാനുള്ള
തൗഫീഖും ആരോഗ്യവും ദീർഘായുസ്സും അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി കൊണ്ട് നമ്മളിൽ പല ആളുകളും പല പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ്. അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ച് തരുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء من الأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجر والدينا من النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. والحمد لله. اللهم صل على محمد.